ലോകത്തിലെ വിവിധ രാജ്യങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ പണി. ഫലസ്തീൻ, ഇറാൻ പോലുള്ള രാജ്യങ്ങളോട് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള രക്തരൂക്ഷിതമായ യുദ്ധമാണെങ്കിൽ ചൈനയോടും കാനഡയോടുമൊക്കെ അത് വ്യാപാര യുദ്ധമാണ്. എന്നാൽ പണ്ടത്തെ പോലെ അമേരിക്കയുടെ വാക്കുമനുസരിച്ച് മിണ്ടാതെ നിന്നിരുന്ന കാലമൊക്കെ പോയി എന്ന് ട്രംപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാകും. ചൈനയെപ്പോലുള്ള ലോകശക്തികളിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യം അമേരിക്കയെ വെല്ലുവിളിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്നത് ട്രംപിനെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. തീരുവയും പകരം തീരുവയും അതിമേൽ തീരുവയും ഒക്കെയായി അമേരിക്കയും ചൈനയും തമ്മിൽ പോരടിക്കുകയാണ്. എന്നാൽ ഇത് ഈ രണ്ട് രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ട്രംപിൻ്റെ നടപടികൾ ലോക ഓഹരി വിപണിയിൽ രക്തപ്പുഴ ഒഴുക്കുകയാണിപ്പോൾ. വ്യാപാര മേഖല കുത്തനെ ഇടിഞ്ഞതോടെ ലോകം വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ആശങ്ക ലോകത്താകമാനം വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ട്രംപ് താരിഫ് യുദ്ധത്തിലേക്ക് കടക്കുന്നത്. ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് അധികം തീരുവ അഥവാ താരിഫ് നൽകണമെന്ന് ട്രംപ് ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ കടുംവെട്ടിൻ്റെ ഇരയായി ചൈനയും മാറി. 20% താരിഫാണ് അമേരിക്ക ആദ്യം ചൈനയ്ക്ക് മേൽ ചുമത്തിയത്. ഈ ഘട്ടത്തിൽ എതിർപ്പറിയിച്ചെങ്കിലും മറ്റു നടപടികൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ആഴ്ച 34% തീരുവ കൂടി അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇതോടെ ചൈന ഇടഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി US പ്രഖ്യാപിച്ചതിന് പകരമായി ചൈന US-നെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചു. ഇത് ട്രംപിന് തിരിച്ചടിയായി. ചൈനയുടെ പാത മറ്റു രാജ്യങ്ങൾ തിരഞ്ഞെടുത്താൽ ഉണ്ടാകുന്ന അപകടം ട്രംപ് മനസ്സിലാക്കി. പിന്നാലെ ചൈനയ്ക്കെതിരെയുള്ള അടുത്ത പ്രഖ്യാപനം വന്നു. ചൈന പ്രഖ്യാപിച്ച പകരച്ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ അധിക തീരുവയായി 50% കൂടി കൂട്ടുമെന്ന് ട്രംപ് ഭീഷണിയുടെ സ്വരത്തിൽ പ്രഖ്യാപിച്ചു. ഭീഷണി നടപ്പായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വരുന്നത് 104% തീരുവയാകും. അതായത് ഒരു ചൈനീസ് വസ്തു അമേരിക്കയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് ഇരട്ടിയിലധികം വില നൽകിയാകും. ഇതുണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക ആഘാതം ചെറുതാകില്ല. അതേസമയം അമേരിക്കയുടെ അക്കൗണ്ടിലേക്ക് പണം കുതിച്ചെത്തുകയും ചെയ്യും. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 49% വരെ ഇറക്കുമതി ചുങ്കം ചുമത്താൻ അമേരിക്ക തീരുമാനിച്ചത്. ഇതിന് തിരിച്ചടി നൽകിയതോടെയാണ് ചൈനയ്ക്കുള്ള തീരുവ 104% ആക്കാൻ അമേരിക്ക തീരുമാനമെടുക്കുന്നത്. ഇത് മറ്റു രാജ്യങ്ങൾക്കുള്ള താക്കീത് കൂടിയാണ്. ട്രംപ് ഏർപ്പെടുത്തിയ പകരം തീരുവ നയങ്ങൾ ഇപ്പോൾ ലോകത്താകമാനം വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു സാമ്പത്തിക മാന്ദ്യത്തെയാണോ നേരിടേണ്ടി വരിക എന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധർ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം പരസ്പരം അംഗീകരിച്ച വ്യാപാര കരാറുകൾ എല്ലാം ലംഘിക്കുന്നതാണ് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ. ഈ നീക്കത്തോടെ തിങ്കളാഴ്ച ലോകത്താകെയുള്ള ഓഹരി വിപണികൾ കൂട്ടത്തോടെ തകരുന്നതാണ് ലോകം കണ്ടത്. കുത്തനെ കൂട്ടിയ തീരുവയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് തകർച്ചയുടെ ആഴം കൂട്ടി. ലോക സമ്പദ് വ്യവസ്ഥയിൽ ട്രംപ് സൃഷ്ടിച്ച വൻ അനിശ്ചിതത്വം ഇനിയും തുടരുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള തർക്കം ആഗോള വളർച്ചയ്ക്കുള്ള അപകടങ്ങളെക്കുറിച്ച് നിക്ഷേപകർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ആഗോള തകർച്ചയ്ക്ക് മുന്നിൽ ഇന്ത്യൻ ഓഹരി വിപണിക്കും പിടിച്ചു നിൽക്കാനായില്ല. നിക്ഷേപകർക്ക് 14 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത്. വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 3939.68 പോയിന്റും നിഫ്റ്റി 1160.8 പോയിന്റും ഇടിഞ്ഞു. പിന്നീട് തകർച്ചയിൽ നിന്ന് അല്പം കരകയറിയ സെൻസെക്സ് 2227 പോയിന്റ് നഷ്ടത്തിൽ 73,137.90 നിഫ്റ്റി 743 പോയിന്റ് ഇടിഞ്ഞ് 22,161.60 വ്യാപാരം അവസാനിപ്പിച്ചത്. അമേരിക്കൻ ഓഹരി വിപണികളും എല്ലാം തകർച്ചയിലാണ്. ഏകദേശം $5 ലക്ഷം കോടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഹരി വിപണിയിൽ നിന്ന് നിക്ഷേപകർ പിൻവലിച്ചത്. ഓഹരി വിപണി സുരക്ഷിതമായിരിക്കില്ല എന്ന പേടിയാണ് നിക്ഷേപകരെ പുറകോട്ടടിപ്പിക്കുന്നത്. വ്യാപാര യുദ്ധം ഉയർന്ന പണപ്പെരുപ്പവും മന്ദഗതിയിലുള്ള വളർച്ചയ്ക്കും കാരണമാകാനുള്ള സാധ്യതയുമുണ്ട്. വർദ്ധിച്ചു വരുന്ന വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളർന്നു വരുന്ന ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളാണ് ഈ ആഗോള സാമ്പത്തിക പോരാട്ടത്തിൽ ഏറ്റവും വലിയ ഭീതിയിലുള്ളത്. ഇത്ര നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയത് ഒന്നിച്ച് ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയേക്കാമെന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. Waytonikah.com, the exclusive Muslim matrimonial site.